എന്റെ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കഠിനമായിരിക്കുന്ന വേദനയിൽ മക്കളെ തലമുറയെ നഷ്ടപ്പെടുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വേർപെട്ടു പോകുമ്പോൾ നിങ്ങളുടേതായ അല്ലാത്ത കുറ്റങ്ങൾക്ക് നിങ്ങൾക്ക് ദുഃഖങ്ങളും വേദനകളും നിരാശകളും ശിക്ഷാവിധികളും നിങ്ങൾ കൈക്കൊണ്ടുപോകുമ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ആശ്വസിപ്പിക്കാൻ യേശുക്രിസ്തുവിന്റെ മാർബിടമുണ്ട്. സകല ജാതി മതസ്ഥരുമേയും നിങ്ങളുടെ വേദനകളെ അകറ്റിക്കളയുന്ന ആശ്വസിപ്പാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പ്രസിദ്ധമാക്കിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോത്ത മലമുകളില് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ ദൈവത്തിന് മനുഷ്യർക്ക് ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുമ്പോഴും അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെടുമ്പോഴും അവൻ സകലവിധമായിരിക്കുന്ന അപമാനങ്ങളും നിന്ദകളുമേറ്റ് തുപ്പലേറ്റുകൊണ്ട് നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിക്കുമ്പോഴേ നിന്നെ ഓർത്ത് അവൻ മരിച്ചെങ്കിൽ നിന്റെ സകല വേദനകളെ ചുമക്കുവാൻ അവൻ ശക്തനാണ്. ആ ക്രൂശിനെ പറ്റി പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ മാത്രമല്ല നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു. അതേ നമ്മുടെ ദുഃഖകരമായിരിക്കുന്ന സകല പാപങ്ങളും യേശുക്രിസ്തു ചുമന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ എനിക്കും നിനക്കും പകരക്കാരനായിട്ട് ദൈവ നിയമപുസ്തകത്തിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് മുമ്പിൽ യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നുള്ള നല്ല വാർത്ത ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നു.